ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ്. ഇവിടെ നുറുക്ക് ഗോതമ്പ് ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താണ്. അതിനുശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്താണ്. അത്ര അങ്ങ് പിഴിഞ്ഞെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇച്ചിരി വെള്ളമയത്തോടു കൂടി എടുത്താൽ മതി. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉണക്കമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഇവിടെ ഞാൻ നീളത്തിൽ കീറി വെച്ചിരിക്കുകയാണ്, ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, കടുക്, ഉപ്പ്, എണ്ണ, വെള്ളം ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് എടുക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടത് നമുക്കത് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പം എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് അരിഞ്ഞിടാം. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്കത് എടുത്ത് കളഞ്ഞാൽ പേടിക്കാതെ കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ നുറുക്ക് ഗോതമ്പ് വലിയ തരവും കിട്ടും, ചെറിയ തരവും കിട്ടും. ഇവിടെ ഞാൻ ചെറിയ തരമാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അതിനുശേഷം പിഴിഞ്ഞെടുത്തു. നല്ലപോലെ അങ്ങ് തോർത്തി അങ്ങ് പിഴിയണ്ട, ഇച്ചിരി വെള്ളമയത്തോടുകൂടി എടുത്താലും കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇത് കുറച്ച് നേരം വേണയിൽ നമുക്ക് വേവിച്ചിട്ട് ചേർക്കാം. പക്ഷെ വേവിച്ച് ചേർക്കുമ്പോഴത്തേക്കും കുഴഞ്ഞ പോലെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. ഇപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും വാടിയിട്ടുണ്ട് നല്ലപോലെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ നുറുക്ക് ഗോതമ്പ് കുറച്ച് നേരം വെള്ളത്തിൽ, ഒരു 2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചതാണ്. എന്നാലും നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൂടെ അത് വേവിക്കേണ്ടി വരും. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ കുതിർത്ത് വെച്ചത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് ഈ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളം തിളച്ചിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടിയെ മാറ്റി നോക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം നല്ലപോലെ പറ്റി തോർത്തിയെടുക്കണം. മൂടി വെക്കാം. ഇവിടെ മൂടിയെ മാറ്റി നോക്കാം. ഇവിടെ ഉപ്പുമാവിൻ്റെ വെള്ളമെല്ലാം പറ്റി റെഡിയായിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ആ പിഴിഞ്ഞ് വെച്ച ആ നുറുക്ക് ഗോതമ്പ് നമ്മുടെ ഇഡലിത്തട്ടയിൽ അപ്പച്ചമ്മിൻ്റെ അകത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് നേരെ അങ്ങ് ഇട്ടാലും മതി. വെള്ളമൊന്നും അപ്പോൾ ഒഴിക്കണ്ട. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് ചെറു തീയിൽ വേവിച്ച് ഒന്നുകൂടെ എടുക്കുമായിരുന്നു. ഏറ്റവും നല്ലത് ആവി കയറ്റുന്നതാണ്. അപ്പച്ചമ്പിൽ ആ കഴുകി വാരി വെച്ചത് കുറച്ച് നേരം വേവിക്കുക. അതിനുശേഷം ഉള്ളിയും കടുകും ഉണക്കമുളകും ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം വഴറ്റി കറിവേപ്പിലയൊക്കെ വഴറ്റിയതിന് ശേഷം ആ ആവിയിൽ വെന്തത് നേരെ ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു ആഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്.